ഇന്ന് നിന്റെ വായന കേൾക്കണം. ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്തോ? ഇന്ന് നിങ്ങൾ തലം മീറ്റ് ചെയ്തോ? തല്ലരുത്. ഇല്ല, ഇന്ന് നിങ്ങൾ തലം മീറ്റ് ചെയ്തോ? തല്ലരുത്. ഇല്ല, മരിച്ചു പോകേണ്ട തടിയല്ലെങ്കിൽ അല്ലേ ഈ കിബറും കിന്നായും പറഞ്ഞിട്ട് രണ്ടാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്കും. വലിയ ഈമാൻ ഇസ്ലാമിന്റെ കാര്യമില്ല, നിസ്കരിച്ച പോലെ കാര്യമില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അനുദിനം ഈ ജാസി ആശി പ്രശ്നത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആശിയുടെ ഉമ്മ പറഞ്ഞിരുന്നു, എൻ്റെ മോനെ ജാസി പിടിച്ചു വെച്ചിരിക്കുകയാണ്, പേടിച്ചിട്ടാണ് അവൻ എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കുറച്ചുകൂടി ബലം നൽകുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതിൽ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ജാസി ആശിയുടെ ഉമ്മാനെ വിളിച്ച് തെറി പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമായി അതൊന്ന് കേൾക്കാം. ഇസ്ലാം ഉണ്ടല്ലോ, അത് നിങ്ങൾ രണ്ടാമത്തെ മോനെ വൈഫോളെ വീട്ടിൽ പോയിരുന്നത് അല്ലേ? കുറച്ച് ദിവസം നിങ്ങളെ കിബറോണ്ടും നിങ്ങളെ കുഞ്ചോണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയി പോയത്. നിങ്ങൾക്ക് ഇങ്ങനെ നെരിക്കേണ്ടി വന്നത് മനസ്സിലായ? ആദ്യം മനസ്സിലായ ഇനിയെങ്കിലും നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകേണ്ട തടിയല്ലെങ്കിൽ അല്ലേ ഈ കിബറും കിന്നായും പറഞ്ഞിട്ട് രണ്ടാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക്. നിങ്ങൾക്ക് വലിയ ഈമാൻ ഇസ്ലാമിന്റെ കാര്യമില്ല, നിസ്കരിച്ച പോലെ കാര്യമില്ല. അപ്പോൾ ആ വോയിസ് നിങ്ങൾ കേട്ട് കാണും. എത്ര മോശമായിട്ടാണ് ജാസി നമ്മുടെ ആശിയുടെ ഉമ്മയോട് സംസാരിക്കുന്നത് എന്ന് ഇത് കേട്ടാൽ തന്നെ വളരെ വ്യക്തമാണ്. നിങ്ങൾ നിസ്കാര കുപ്പായമിട്ട് ഇങ്ങനെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല എന്നും കുശുമ്പും പുന്നായ്മയുമാണ് നിങ്ങളുടെ പ്രശ്നമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ മോൾ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നത് എന്ന് പറഞ്ഞ് വളരെ അധിക്ഷേപിച്ചുള്ള സംസാരങ്ങളാണ്. അതുപോലെ കുണ്ടൻ ഞാനല്ല, നിങ്ങളുടെ മകളുടെ മക്കളാണ് എന്നിവരെ പറയുന്നുണ്ട്. ചില നാട്ടിൽ കുണ്ടന്മാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരല്ലെങ്കിൽ യുവാക്കൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ചില നാട്ടിലേക്ക് അത് ചില മോശകരമായ വർത്തമാനവുമാണ്. എന്നാൽ എന്താണ് ഉമ്മ ഉദ്ദേശിച്ചതെന്നൊന്നും അറിയില്ല. എന്നാലും തീർച്ചയായിട്ടും ഇവനൊരാണായത് കൊണ്ട് തന്നെയാണ്, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഉമ്മ ഉപയോഗിച്ചത്. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല പ്രശ്നം. ആ ഉമ്മാക്ക് അവരുടെ മകനാണ് വലുത്. പക്ഷേ ജാസി ഈ ആശയോട് കാണിക്കുന്ന ക്രൂരതകൾ ഉമ്മ പറയുന്നത് ശരിയാണ് എന്ന് ശരിവെക്കുന്ന മറ്റു ചില വോയിസുകളോട് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊന്നു കൂടി കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആശയുടെ കരച്ചിൽ കൂടി അതിൽ കേൾക്കാവുന്നതാണ്. താഴത്ത് ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നോട് ചോദിച്ചതല്ലേ, നിന്നോട് ആശ ഞാൻ കണ്ടു ഇവിടെ പോണത്, ആശയുടെ വണ്ടിയോ ആശയ ഫ്രണ്ട് വണ്ടി വന്ന് പോയി. അപ്പൊ നീ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല എന്ന്. പക്ഷെ ആശ ഇന്നിട്ട സെയിം ഡ്രസ്സാണത് നന്ദിനി. തെളിവാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള തെളിവ്. ഇതിനും വലിയ തെളിവ് ഞാൻ എന്ത് തരേണ്ടത്? നിന്റെ സംസാരം കാണുന്നത് നീ അല്ല, അപ്പുറത്ത് നിൽക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നീ അല്ലേ? ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി പോയതല്ല. അവിടെ എത്തിയിട്ട് ഇവൻ നമ്പറിൽ വിളിച്ച് അപ്പൊ അവള് താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്തോ? വീഡിയോയിൽ നീ എന്താ കാണുന്നേ? ഇന്ന് നിങ്ങൾ ഇന്ന് നിന്റെ വായന കേൾക്കണം. ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്തോ? ഇന്ന് നിങ്ങൾ തലം മീറ്റ് ചെയ്തോ? തല്ലരുത്. ഇല്ല, ഇന്ന് നിങ്ങൾ തലം മീറ്റ് ചെയ്തോ? തല്ലരുത്. നിങ്ങൾ നന്ദിനിയെ മീറ്റ് ചെയ്തില്ലേ? നിങ്ങൾ ഓപ്പോസിറ്റുള്ള നിങ്ങളല്ലേ, നിങ്ങളെന്തിനാ അവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ ആശി എന്നെ തല്ലല്ലേ, എനിക്ക് കൈ വല്ലാതെ വേദനിക്കുന്നു എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്ത് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഉമ്മ പറയുന്നത് 100% സത്യമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ വോയിസ്. വളരെ പേടിച്ചിട്ടാണ് നമ്മുടെ ആശി ഈ ജാസിയുടെ അടുത്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അവൻ്റെ തടങ്കലിലാണ്, പിടിച്ചു വെച്ചതാണ് എന്ന് ഉമ്മ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയാണ് എന്ന് തോന്നും വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ജാസിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. വളരെ രൂക്ഷമായ രീതിയിലുള്ള സംസാരങ്ങളാണ് ആശിയോട് സംസാരിക്കുന്നത്. വളരെ ഭയപ്പെട്ട് തന്നെയാണ് ആശി അവിടെ കഴിയുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. പിന്നെ ഈ കുണ്ടൻ എന്ന് പറയുന്ന ഈ വർത്തമാനവുമായി ബന്ധപ്പെട്ട് ആ ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ വീഡിയോ അല്ല, മറ്റേ വീഡിയോ നീ കത്തിയില്ലേ, അതിനെ ഞാൻ പറഞ്ഞു വിട്ട് ഈ ജാസി പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ ഫോൺ എടുത്തു ആശിക്ക്. അപ്പോൾ ആശിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് കളിയാണ് കളിച്ചത്, നിങ്ങൾ എന്താണ് ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്, ആരോടാണ് നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നെ ഇല്ലാന്നില്ല, ഞാൻ പറഞ്ഞു തന്നെ, ഞാൻ തന്നെ നന്ദിനോട് പറഞ്ഞത്. പിന്നെ ഇവൻ എന്നെ വിളിച്ചിട്ട് പറയണോ, പിന്നെ ഫോൺ എടുക്കാണ്ടിരുന്നു, കുറേ എടുക്കാണ്ടിരുന്നു. പിന്നെ ഞാൻ എടുത്ത് സ്വൈര്യം കിട്ടപ്പോൾ ഞാൻ എടുത്തിട്ട് ചോദിച്ചു. അപ്പോൾ എടുത്തിട്ട് ഞാൻ ഒന്നും മുണ്ടിയില്ല. ഫോണിൽ മുണ്ടാണ്ടപ്പോൾ എന്നോട് എന്താ പറഞ്ഞപ്പോൾ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങിക്കൂടി, ഞാൻ കേസ് കൊടുക്കാൻ പോകുകയാണ് പറഞ്ഞു. നീ കൊടുക്കടാ പറഞ്ഞു. നീ കൊടുക്കടാ, കേസ് കൊടുക്കടാ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. പിന്നെ ഞാൻ വിളിച്ചില്ല. പിന്നെ ഞാൻ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ എൻ്റെ വലിയ മോനിക്ക് വിളിച്ചിട്ടും പറഞ്ഞു, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കോളിയും, സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ കേസ് കൊടുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ പറഞ്ഞു. വേറെ ഒന്നും ആവാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചിട്ട് നിങ്ങളെന്താ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല, ആരാടെ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ലടാ, നീ കേസ് കൊടുക്കട പോയിട്ട് പറഞ്ഞു. പിന്നെ എന്താണ്, എൻ്റെ മുമ്പത്തെ ഒരു ദിവസം ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുണ്ട്, നീ ഒരു കുണ്ടൻ്റെ കൂടെ അങ്ങനെ നടന്നിട്ടാടാ നീ ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ ഉമ്മാൻ്റെ വോയിസ് നിങ്ങൾ കേട്ട് കാണും. ആ ഉമ്മ പറയുന്നുണ്ട്, ആ ഉമ്മയുടെ മകനായ ആശയെ വിളിച്ച് ഉമ്മ പറയുകയാണ്, നീ ഈ കുണ്ടൻ്റെ ഒപ്പരം പോയത് കൊണ്ടാണ് ഇങ്ങനെ മോശക്കാരനായ എന്ന രീതിയിലാണ് ഉമ്മ പറഞ്ഞത്. അതിലെന്താണ് ഒരു തെറ്റ്?
ഏത് ഉമ്മാക്കാണ് അത് വകവെച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഏതൊരു ഉമ്മയുടെയും സ്വപ്നമാണ് തൻ്റെ മകൻ ഒരു ഭാര്യയോടൊപ്പം ജീവിക്കണമെന്നും അതുപോലെ തന്നെ അതിൽ കുട്ടികളുണ്ടാകണമെന്നും ഒന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റുമല്ല. കാരണം ഈ ലോകത്തിലുള്ള സിസ്റ്റം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ രണ്ടും ഭർത്താവുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു കാരണവശാൽ നിങ്ങളെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളെ ഐശ്വര്യ റായ് എന്ന് വിളിക്കണോ, ഇനി അതല്ല കാമ്യാവാദവൻ എന്ന് വിളിക്കണോ? നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിതിപ്പോഴും പെണ്ണായിട്ടുമില്ല, നിങ്ങൾ സർജറി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ബാക്കി ചികിത്സകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ഉമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അല്ല, ഉമ്മയോട് പറയുന്നുണ്ട് ഞാൻ കേസ് കൊടുക്കും, പിന്നെ പിറ്റേന്ന് വിളിച്ചിട്ട് ഒരു രക്ഷയുമില്ലാതെ ഉമ്മ ഫോൺ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ഫോൺ എടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ ഉമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഇതൊന്നുമല്ല ജാസി പുറത്ത് ഇങ്ങനെയൊന്നുമല്ല പറയുക എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഈ അടുത്ത് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് ജാസി പറയുന്ന അതുകൂടി നിങ്ങൾക്കൊന്ന് കേട്ടാൽ ഇദ്ദേഹത്തിന്റെ സ്വരൂപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പറയാണ് ഒരിക്കലും ആശയുടെ ഉമ്മ ഞാൻ ട്രാൻസ് പേഴ്സൺ ആണ്, ഇന്നൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ അല്ല അവര്. അതുകൊണ്ടുള്ള ഒരു ദേഷ്യം അവർക്ക് ഓൾറെഡി ഉണ്ട്. കാരണം ആശയെ പോലത്തെ നല്ലൊരു വ്യക്തിനെ ഒരു ട്രാൻസ് ആയി വിവാഹം കഴിക്കുന്നു, ഞങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ ആശ ഉമ്മ ചിന്തിക്കുന്നത് അവന് വേറെ കല്യാണം കഴിച്ചൊരു കുട്ടി, അവൻ്റെ ഒരു ഭാവി തലമുറ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ആ അമ്മയുടെ വോയിസ് കേട്ടപ്പോൾ ദേഷ്യമല്ല വന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഉമ്മക്ക് എത്രത്തോളം ആശയോടുള്ളൊരു ഇഷ്ടമാണ് അവിടെ ഞാൻ അതിൽ നോക്കി കാണുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, എത്ര നല്ല സത്യസന്ധമായ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നുണ്ട് അവർ അങ്ങനത്തെ ഒരു ഫാമിലി അല്ല, അവരുടെ ഉമ്മക്ക് ഞാനൊരു ട്രാൻസ്ജെൻഡറാണ്, അത്ര പെട്ടെന്ന് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അവർ പിന്നെ ആശയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് മകനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞിനൊക്കെ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അത് തെറ്റല്ല. പിന്നെ പുറത്തുവിട്ട വോയിസൊക്കെ അവർക്ക് സ്നേഹം കൊണ്ടാണ് എന്നാണ് ജാസി പറയുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കുമോ അപ്പപ്പോ ജാസി പാവമാണ്, കണ്ട് എത്ര സ്നേഹമാണ് ആ ഉമ്മാൻ്റെ അടുത്ത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് പോകുന്നുണ്ടാകും. എന്നാൽ അതിൻ്റെ ബാക്കി മറ്റൊരു ഇൻ്റർവ്യൂവിൽ കൊടുത്തൊരു ഭാഗം കൂടി നിങ്ങൾക്ക് കേൾക്കാം. അതിലെന്താണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ചീത്ത വിളിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ തെറി വിളിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ഇപ്പൊ അതിൽ അത് വോയിസ് കേട്ടവർക്ക് മനസ്സിലാവും. ഉമ്മ ആ കുട്ടിനെ സേവ് ആക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടി നല്ല കുട്ടിയാണ്, ആ കുട്ടി നല്ല കുട്ടിയാണ്. അതിൽ ജാസി പെണ്ണാവില്ല, ജാസി ഒരിക്കലും പെണ്ണാവത്തില്ല. അതായത് എന്നെ മാക്സിമം അങ്ങ് താറടിക്കുക, അല്ലെങ്കിൽ ഞാനൊരു വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അറിയിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അവർ ആ വോയിസ് ഇറക്കിയത്. അപ്പൊ അത് ജനങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഉമ്മയുടെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ജാസിക്ക് പറയാനുണ്ട്. ജാസി പറയുന്നുണ്ട് തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു വോയിസ് പുറത്തു വിട്ടത് എന്നും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ ഞാനൊരു കുറ്റക്കാരിയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയത് ഉമ്മയുടെ വോയിസ് ചാറ്റ് കൊണ്ടാണ്, അല്ലേ ആശി എന്ന് ചോദിക്കുമ്പോൾ ആശി പേടിച്ചിട്ട് അപ്പുറം ഇരുന്നുകൊണ്ട് അതെ എന്ന് പറയുന്നതും നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തമാവുന്നത് ആ ഉമ്മ പറഞ്ഞ കാര്യം 100% ശരിയാണ് എന്നുള്ളതാണ്. ആശി പറയുന്ന വ്യക്തിയെ അവർ പരിചയപ്പെടുന്നത് ദുബായിൽ വെച്ചാണ്. ഈ ജാസി എന്ന് പറയുന്നതാണ് ട്രാൻസ്ജെൻഡർ. അപ്പോൾ അവർ പ്രണയത്തിലാവുന്നു. അതിനുശേഷം എന്തോ ഇവരുടെ ഇടയിൽ ഇവർക്ക് പിരിക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആശിയെ ജാസി പിടിച്ചു വെക്കുന്നതും ജാസിക്ക് അവിടെ വിട്ടു പോകാൻ പറ്റാത്തതും. അത് മറ്റൊരു ഇൻ്റർവ്യൂവിൽ ആശി തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത ഒരു സന്ദർഭം കടന്നു പോയിരുന്നു എന്നും ആ സന്ദർഭത്തിൽ ഞാൻ മരണം വരെ മുന്നിൽ കണ്ട ആ സമയത്ത് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത് ജാസിയാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്മരണാർത്ഥം, ആ ഒരു നന്ദിയുടെ ഒരു ഉപകാരത്തിൻ്റെ സ്മരണയിലാണ് നമ്മുടെ ആശി ഈ ജാസിയുടെ ഒപ്പം ജീവിക്കുന്നത്. പക്ഷേ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ആശിക്ക് തിരിച്ചു പോകണം എന്നുണ്ട് ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഉമ്മയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക്. പക്ഷേ യാതൊരു സന്ദർഭത്തിലും നമ്മുടെ ജാസി എന്ന് പറയുന്ന ആൾ അതിന് സമ്മതിക്കുന്നില്ല. നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആശി. കാരണം അത് ഇതിൻ്റെ മുന്നേ തന്നെയുള്ള ഒരു വീഡിയോയിൽ വന്ന മുഖത്തെ പാടുകളും എല്ലാം കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതിൽ പറയുന്നുണ്ട് എനിക്കിവിടെ യാതൊരു സമാധാനവുമില്ല, എൻ്റെ റീൽസും കാര്യങ്ങളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്ര സന്തോഷവാനല്ല. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ മുമ്പിലേക്കൊന്നും ആശിയെ ജാസി വിടാത്തതും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അല്ല എന്ത് വന്നു കഴിഞ്ഞാലും അതിലെല്ലാം സംസാരിക്കുന്നത് ജാസി മാത്രമായിരിക്കും. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് തന്നെയാണ് ആശിയുടെ ഉമ്മ പറയുന്നത്. എൻ്റെ മോനെയും അവൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ജാസിയുടെ കസ്റ്റഡിയിലാണ്, അവന് അവിടെ ബുദ്ധിമുട്ടാണ്, അവനെ പിടിച്ചു വെച്ചതാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് 100% സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. വരും ദിനങ്ങളിൽ തീർച്ചയായിട്ടും ഉമ്മയുടെ മകനെ തിരിച്ചു കിട്ടാനുള്ള നടപടികളുമായി ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.